തിരുവനന്തപുരം കടക്കാവൂരിൽ നടുറോട്ടിൽ യുവതിയുടെ കൈ വെട്ടിമാറ്റി കടക്കാവൂർ സ്വദേശി വിജിക്കാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിജിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സുഹൃത്ത് അനു കസ്റ്റഡിയിൽ. റിസ്വാൻ ഹുസൈൻ വിശദാംശങ്ങളുമായി. റിസ്വാൻ, അതിനു മുമ്പ് ദൃശ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ഒരു കൈ പൂർണ്ണമായിട്ട് പാദം കൈപ്പത്തി വെട്ടി മാറ്റിയേക്കുമായിരുന്നു. പിന്നെ കാലിന് നല്ല വെട്ടുണ്ടായിരുന്നു. ഒരു കൈ അല്ലാതെ വെട്ടിയിട്ടുണ്ട്. തലയ്ക്ക് പിറകിലും വെട്ടുണ്ട്. ബ്ലഡിൽ കുളിച്ച് കിടക്കുമായിരുന്നു. ബോധം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. വേറെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടേ പുള്ളിക്കാർക്ക് അറിയത്തില്ല. ആ രീതിയിലായിരുന്നു മൈൻഡ്. ബ്ലഡ് മൊത്തം റോഡ് മൊത്തം നല്ലായിരിക്കും ബ്ലഡായിരുന്നു. ഞാൻ എടുക്കുമ്പോഴും ബ്ലഡ് പൊക്കോണ്ടിരിക്കുമായിരുന്നു. റിസ്വാൻ ഹുസൈൻ വിശദാംശങ്ങളുമായി. റിസ്വാൻ, വലിയ നടുക്കവും ഞെട്ടലും ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? കടക്കാവൂരിലെ ചാവടിമുക്കിലായിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഈ കടക്കാവൂർ സ്വദേശിനിയായ വിജിക്കാണ് വെട്ടേറ്റത്. ഇവർക്ക് 38 വയസ്സാണ്. ഇവർ ആദ്യ ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു. ഈ അഞ്ചുതെങ്ങ് സ്വദേശി അനു ആണ് ഇവരെ വെട്ടിയത്. ഇവർ രണ്ടുപേരും കുറച്ചു കാലമായി ഒരുമിച്ചായിരുന്നു താമസം. അതിനിടയിലാണ് ഈ കോട്ടയത്താണ് ഈ വിജി ജോലി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് ഇവർ ഇന്ന് ഉച്ചയ്ക്കാണ് ഈ കടക്കാവൂരിലേക്ക് എത്തുന്നത്. കടക്കാവൂരിലെ ഒരു വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് ഈ അനു എന്ന് പറയുന്നയാൾ. അവിടെ വന്ന് ഈ കടയ്ക്ക് മുന്നിൽ നിന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് കടയിൽ നിന്ന് ഒരു വടിവാളെടുത്ത് ഇവരെ 2 കൈകളിലേക്കും വെട്ടുകയായിരുന്നു. 2 കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ വലത് കൈയുടെ കൈപ്പത്തി അറ്റുപോയി. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഭീകരമായാണ് ആക്രമിച്ചത്. ഇവരെ വലിയ രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ അനുവിനെ പോലീസ് അതിസാഹസികമായാണ് പിടികൂടിയത്. പ്ലാമൂട്ടിൽ വെച്ചുകൊണ്ടാണ് ഇയാളെ പോലീസ് വളഞ്ഞിട്ട് പിടികൂടുന്നത്. ഇവരെ എന്തായാലും വിജിയെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ വിജി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്.